നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് ഇഡി. രാജ്ഭവനിൽ ഇഡി നേരിട്ടെത്തി ഹേമന്ത് സോറന്റെ കയ്യിൽ നിന്നും രാജി വാങ്ങി ഏൽപ്പിക്കുകയായിരുന്നു. ഹേമന്ത് സോറന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കവും പൊളിഞ്ഞു. ചമ്പൈ സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. ചമ്പൈ സോറനെ പുതിയ മുഖ്യമന്ത്രിയായി ജെഎംഎം പ്രഖ്യാപിക്കുകയായിരുന്നു. ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാൻ ഹേമന്ത് സോറൻ വലിയ തരത്തിൽ ശ്രമിച്ചിരുന്നു. എന്നാൽ പാർട്ടി തന്നെ പിളർത്തുമെന്ന് എംഎൽഎമാർ നിലപാടെടുത്തതോടെയാണ് വിശ്വസ്തനായ ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കിയത്. 2020-22 വ്യാജരേഖ ചമച്ച് ആദിവാസി ഭൂമി തട്ടിയെടുത്തുവെന്നും ഖനന വകുപ്പിന്റെ ചുമതലയുള്ള സോറൻ പദവി ദുരുപയോഗം ചെയ്ത് റാഞ്ചിയിൽ 88 ഏക്കർ ഖനിയുടെ പാട്ടക്കരാർ നേടി എന്നീ കേസുകളും ഇതിനു പുറമെ 3 കള്ളപ്പണ കേസുകളുമാണ് സോറനെതിരെ ഇഡി എടുത്തിരിക്കുന്നത്. ഏതായാലും ഹേമന്ത് സോറൻ നമുക്കറിയാം, ലാലു പ്രസാദ് യാദവിനെ പോലെ തന്നെ അവിടെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാൻ കിണഞ്ഞ പരിശ്രമം നടത്തിയിരുന്നു. ലാലു ജയിലിൽ പോയപ്പോൾ ഭാര്യ റാബ്രി ദേവിയെ അന്ന് മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു. ആ കീഴ്വഴക്കം അതേപോലെ ആവർത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് നടന്നില്ല എന്ന് മാത്രമല്ല, എങ്കിൽ പോലും വിശ്വസ്തൻ തന്നെയാണ്, അതായത് ഹേമന്ത് സോറന്റെ വിശ്വസ്തൻ തന്നെയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.